എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം and this is Comedy Master. ശ്വേത ചേച്ചി, വെൽക്കം. ഓൾവേസ് റെഡി. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടത്തിനെയും കൂടെ സ്വാഗതം ചെയ്യാം. പിന്നെ പൂക്കാട്ടുപൊടിയിൽ നിന്നും നന്മ എന്ന സംഘടനയിലെ കലാകാരന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ചേട്ടന്മാരെ ചേച്ചിമാരെ, പാട്ടൊക്കെ പാടാൻ റെഡിയാണോ? പിന്നെ അമ്മ പൊളിക്കല്ലേ. ഒരു ചെറിയ മണിച്ചേട്ടന്റെ അല്ല ചേട്ടൻ മണിച്ചേട്ടന്റെ ഫിഗർ ഒക്കെ ഇട്ട് പാട്ട് പാടുമെന്ന് തോന്നുന്നു. ഓ ഇല്ല ഒരു ചെറിയ കട്ടുണ്ട്. ശരി, അപ്പൊ നാടൻ പാട്ട് അവിടെ നിന്നോട്ടെ. നമുക്ക് ഇവിടുന്ന് സ്കിറ്റ് ആരംഭിക്കാം. ആദ്യം തന്നെ ചിരിപ്പിക്കാനായി നമ്മുടെ സ്റ്റേജിൽ വരുന്നു ലാൽ ബാബു ആൻഡ് ടീ. ആരും ബഹളം ഉണ്ടാക്കല്ലേ, മണിക്കുട്ട ഉറങ്ങുക. ഞാനാണ് മണിക്കുട്ടന്റെ ബ്രെയിൻ. മണിക്കുട്ടന്റെ കിടത്ത കണ്ടാ നിങ്ങൾ വിചാരിക്കും എന്തോ മലമറിച്ചിട്ട് വന്ന് കിടക്കുവാണെന്ന്. രാവിലെ പോയി കൂട്ടുകാരുടെ ഷെയറിട്ട് അടിച്ച് വന്ന് കിടക്കുക. ഓരോ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഞാൻ കയറി വരുമ്പോ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന്. മണിക്കുട്ടൻ കണ്ടുപിടിക്കും. ഒരു നാട്ടിൽ ചെന്നാൽ ബിവറേജ് എവിടെയെന്ന് കണ്ടുപിടിക്കും. 1-ാം തീയതി ആയിക്കഴിഞ്ഞാൽ എവിടെ സാധനം കിട്ടുമെന്ന് കണ്ടുപിടിക്കും. വാറ്റുചാരായ എവിടെ കിട്ടുമെന്ന് കണ്ടുപിടിക്കും. കല്യാണം വീട്ടിൽ ചെന്നാൽ ഷെയറിട്ടടിക്കാനുള്ള ആൾക്കാർ എവിടെയെന്ന് കണ്ടുപിടിക്കും. എന്തിന്? വാറ്റാൻ വരെ ഈ മണിക്കുട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് രാവിലെ ഇവൻ കള്ളും കുടിച്ചോണ്ടൊരു ഓടയിൽ വീടിട്ട് തലയടിച്ച് വന്ന് നിൽക്കുക. ഇവന്റെ ബ്രെയിനായിട്ട് വന്നത് എനിക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് സ്റ്റാൻഡപ്പ് കോമഡി കളിച്ചിട്ട് എന്തോന്ന് കാര്യം? ബാക്കി സാധനങ്ങളും കൂടെ ഉണ്ടല്ലോ. ഈ ഹൃദയം എവിടെ പോയി? ഹൃദയം ഒരു വീണയ അതിൽ നിന്നൊഴിയ ഹൃദയം ഒരു വീണയ അതിൽ എന്തുവാടി ഇങ്ങനെ ഒരുടി? ഒന്നുമില്ല. പിന്നെ ഒരു പുരുഷന്റെ ശരീരത്തിൽ എങ്ങനെ ഹൃദയം പെണ്ണാണെന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകും. ആ ലോജിക്ക് നീ ഒന്ന് ക്ലിയർ ചെയ്യ്. ആ കുടിച്ച് മറിഞ്ഞു കിടക്കണവനും ഞാനും കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് അവന്റെ ഹൃദയം മുഴുവനും ഞാനാണ് ഇരിക്കണേന്ന്. അപ്പൊ പിന്നെ ഞാൻ ആവണ്ടേ? അത് മാത്രല്ല, അങ്ങനെ സ്നേഹിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൈമാറി. എവിടെ വെച്ച്? അങ്ങനെ ഇന്നടത്തൊന്നുമില്ല, ഒരു കൊടര മറകിട്ട് എവിടെ വെച്ചോണെങ്കിൽ കൈമാറി. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് കൊടേര മറവൊന്നും വേണ്ട. എവിടെയെങ്കിലും വെച്ച് അവർക്ക് കൈമാറണമെന്ന് തോന്നിയാ അപ്പ കൈമാറും. ബ്രെയിനെണ്ണ, ഇങ്ങനെ കൊണ്ട് ഈ കുടിയൊന്ന് നിർത്തിച്ചൂടെ? ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കൂലെന്ന്. നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് കുടിക്കണത്. ഞാൻ അവനോട് കുടിക്കല്ലേ എന്നൊരു 10 പ്രാവശ്യം പറയുമ്പം അറിയാതെ ഒരു പ്രാവശ്യം ഞാൻ കുടിക്കണേന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറയണത്? അത് നിങ്ങൾ പറഞ്ഞോണ്ട് തന്നല്ല. അല്ല, ഇങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് നിർബന്ധിച്ചോണ്ട് നിന്നാ ആരായാലും വഴങ്ങിപ്പോവും. വഴങ്ങിപ്പോവും. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും കൂടി നിർത്തിയേ പറ്റൂ. എടി, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കൂലെന്ന്. കേക്കണ്ട, കുടിക്കട്ടെ. കുടിച്ച് അവസാനം ഒരു ദിവസം ഞാൻ അങ്ങ് നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും? എവന്റെ കൂട്ടുകാർ എവന്റെ പേരും പറഞ്ഞൊരു നീല ടാർപ്പയും കെട്ടിട്ട് അതിനകത്തിരുന്ന് ഷെയറിട്ട് കുടിക്കും. ഇതൊന്നും നിൽക്കാനൊന്നും പോണില്ല. അത് ശരിയാണ്. ഇവന്മാർക്കൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഒരു കല്യാണം വന്നാൽ, ഒരു മരണം വന്നാൽ, ഒരു ജനനം വന്നാൽ, ഒരു പാല് കാച്ചിൽ വന്നാൽ കുടിയോട് കൂടി. നിനക്കൊരു കാര്യം അറിയാമോ? ഇവ എങ്ങനെ കുടിച്ച് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ചെറുതായിട്ടൊരു അസുഖം വന്നിട്ടുണ്ട്. അവന് പക്ഷെ ഇതൊന്നും അറിയത്തില്ല. അയ്യോ, അതാര്? അവൻ വിഷമിച്ചൊക്കെ നടപ്പുണ്ട്. കരള് കരളെ നിൻ കൈ പിടിച്ച കടലോളം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവൊക്കെ തോന്നുന്നു. എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടാ? അത് നീ പറഞ്ഞ കണ്ടപ്പോഴേ മനസ്സിലായി നിന്റെ ലിവർ മൊത്തം ഫാറ്റ് ആണെന്ന്. അങ്ങനെ ഫാറ്റിന്റെ കാര്യം പറഞ്ഞ താറ്റൊന്നും വേണ്ട. ഇവ എന്തിനാണെങ്കിലും കുടിക്കുന്നത്? എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത്. എന്ത്? അതായത് നിനക്കൊരു പ്രശ്നമുണ്ട്. എന്തോന്ന് പ്രശ്നം? ലിവർ ഫിറോസ്. ലിവർ ഫിറോസ് അല്ല, കിടിലൻ ഫിറോസ്. കരുനാപ്പള്ളി ഫിറോസ് അല്ലേ? കരുനാഗപ്പള്ളി ഫിറോസ് കിടിലൻ ഫിറോസ് ഒന്നും അല്ല. അതാണ് ലിവർ സിറോസിസ്. എനിക്ക് ലിവർ ഫിറോസ്. നീ ഇങ്ങനെ നടന്ന് ചാടിയും ബേളം വയ്ക്കൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാ? അവൻ ഡോക്ടറെ പോയി കണ്ട് ഗുളിക മേടിച്ചിട്ടുണ്ട്. ഗുളിക കഴിച്ചാൽ മാറുമല്ലേ? ഗുളിക അവൻ കഴിച്ചാ മതി. അതല്ലേ രസം. ഡോക്ടർ ഇവന്റെ കൂടെ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാനെന്ന്. ഇവ ഒരു ഫുൾ എടുത്ത് കഴിച്ചിട്ടാ ഗുളിക കഴിച്ചത്. നമ്മുടെ ഗേമ തന്നിക്കുട്ട
ഇങ്ങനെ കടാ നിനക്ക് വേണ്ടി എന്തുമാത്രം പണിയെടുക്കുന്നതാ ഞാൻ. യോ പണിയെടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇവ ഇതെല്ലാം കൂടെ മൂക്കൂട്ടെ വലിച്ചേറ്റിട്ട് ഇവിടെ വന്ന് കിടക്കൂലേ. നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരാളുണ്ട്. കൃക്ക. അല്ല കൃഷ്ണി അല്ല ബ്രിട്നി. ഈ ഇവര് രണ്ടുപേരല്ലേ ഈ വൃക്കയും എന്തോന്ന് ഈ അടിച്ചോണ്ട് വന്ന് കിഡ്നിയും. ആ ഇവർ രണ്ടുപേരുണ്ടല്ലോ. വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെ വൃക്ക വരൂല. നമ്മുടെ എൻട്രിക്ക് എല്ലാം പാട്ടുണ്ടായിരുന്നു, അവന്റെ എൻട്രിക്ക് പാട്ടുണ്ടാ. പാട്ട് വേണോ? വൃക്ക വെച്ച് പാട്ടുണ്ടാ. വൃക്ക വെച്ച് പാട്ടുണ്ടാ. ഇല്ല എന്നാ നമുക്ക് ഒരെണ്ണം വെച്ച് കീച്ചിയാലോ? കേച്ച്. ഒരു തനു മലയുടെ കരുത്താണ്, മറ്റൊരു തനൊരിടി മിന്നൽ കൊടിയാണ്. ഒരു തനു മലയുടെ കരുത്താണ്, മറ്റൊരു തനൊരിടി മിന്നൽ കൊടിയാണ്. അണ്ണനാണേ തമ്പിയാണേ ഉള്ളാലേ രണ്ടും രണ്ടും തീരത്താണേ. അണ്ണനാണേ തമ്പിയാണേ ഉള്ളാലേ രണ്ടും രണ്ടും തീരത്താണേ. അല്ല എല്ലാരും കൂടി എന്താ ഇവിടെ ഒരു ഗൂലാലോചന? ഗൂജാടോലന്. എടാ ഇത്ര നേരം കാണാൻ സ്ക്രിപ്റ്റ് പഠിച്ചല്ലേ, വന്നപ്പോ തന്നെ കല്ലിറക്കണ. അതെന്റെ കുറ്റല്ല, ആ കിടക്കുന്ന പുള്ളിക്കാരനെ കിഡ്നിയിൽ കല്ല, അതിലൊരു കല്ലാണ് പോകുന്നത്. നിങ്ങളിങ്ങനെ കല്ലറക്കി ഇതൊരു പാറമടയാക്കരുത്. അയ്യേ കളിയാക്കോണ്ട, കളിയാക്കുണ്ടെന്നാ വീണ്ടും കല്ലിറക്കി വെച്ചിരിക്കുന്നു. അതല്ലാതെ പുള്ളിക്ക് കിഡ്നിയിലെ സ്റ്റോൺ സെക്കൻഡ് സ്റ്റേജാ, രണ്ടാമത്തെ സ്റ്റോണിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റെപ്പിനി ഉണ്ടോ പറ? അങ്ങനെ സ്റ്റെപ്പിനി ഉണ്ടെങ്കിലും പുറത്ത് പറയാറില്ല. നിങ്ങളൊക്കെ ഓരോന്നില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് സ്റ്റെപ്പിനി ഉണ്ട്, വേറൊരുത്തരും കൂടി ഉണ്ട്. ഒരുത്തിന് എന്തെങ്കിലും പറ്റിയാ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, എനിക്ക് വല്ല പറ്റിയ അവനും വർക്ക് ചെയ്യും. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? കഴിഞ്ഞില്ല, മെഡിക്കൽ ഫീൽഡിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കോടികളാണ് വില. അങ്ങനെയാണെങ്കിൽ സിനിമാ ഫീൽഡിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. അതെങ്ങനെ? ഹൃദയം വെച്ച് എത്ര പാട്ടുകളാണെന്ന് അറിയാമോ ഉള്ളത്? അത് പാട്ട്. ഹൃദയ സരസിലേ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, ഹൃദയം ദേവാലയം, ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ. ഹൃദയവാഹിനി. ചെറുക്കാടാ, ആ ചെറുക്കൻ തുള്ളിയേം പേടിച്ച് വെച്ചോണ്ട് കിടക്കാണ്. നീ ഇവിടെ കിടന്ന് ചാടിത്തുള്ളി അതാങ്ങനെ പൊട്ടി തെറിച്ചാവണ്ടല്ലോ, എന്നെ കൊണ്ട് പിടിച്ചാ കിട്ടൂല. നീ എങ്ങോട്ട് പോയി? ആ ജിബിന്റെ സൈഡിലാങ്ങോട്ട് നിൽക്കണം. അലോകിനെ നോക്കിയുണ്ട് അവൻ ചാടി തത്തുന്നു. അത് മാത്രമൊന്നുമല്ല, ഇപ്പൊ എന്റെ പേര് വെച്ചിട്ടല്ലേ സിനിമാ പേരുകൾ തന്നെ വരണത് മലയാള സിനിമയില്. ഏത് പേര്? മകൻ അഭിനയിച്ച ഹൃദയവും അച്ഛൻ അഭിനയിച്ച ഹൃദയപൂർവവും. അത് മാത്രല്ല എന്റെ പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കിഡ്നി ബിരിയാണി. അങ്ങനെയാണെങ്കിലേ എന്റെ ഹൃദയം വെച്ചിട്ട് നമ്മളെ ഒരു കേന്ദ്ര കഥാപാത്രം ആക്കിയിട്ട് വരെ സിനിമയുണ്ട്. ട്രാഫിക്. ഒരു സൈഡില് ആസിഫ് അലി, ഒരു സൈഡില് കുഞ്ചാക്കോ ബോബൻ, ഒരു സൈഡിൽ ആസിഫ് അലി, ഒരു സൈഡിൽ കുഞ്ചാക്കോ ബോബൻ. ഞാനിങ്ങനെ റോഡിൽ കൂടെ അങ്ങ് പറക്കല്ലായിരുന്നാ. അല്ലല്ല, നീ പറക്കണ കാര്യം പറഞ്ഞ മറ്റേ പപ്പൂന് ഓർമ്മ. എന്റെ പേരിൽ സിനിമ പേരൊന്നുമില്ല, പിന്നെ പക്ഷെ എന്റെ പേരിൽ സ്ഥലമുണ്ട്. ലിവർ വെച്ചിട്ട് ഏതാ സ്ഥലം? അത് ഇവിടെ അല്ല, അത് ഇംഗ്ലണ്ടിലാണ്. അതെന്ത്? ലിവർപൂൾ. അങ്ങനെയാണെങ്കിലേ എന്റെ പേരിലും സ്ഥലം ഉണ്ട്. അതെവിടെ? ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊന്നും അല്ല, നമ്മുടെ കേരളത്തില് പൊന്മുടിക്കടുത്ത് ബ്രെയിൻ മൂ. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തിട്ടൊന്നും കാര്യമില്ല. എനിക്കാണ് ഈ സൈഡൊക്കെ ചെറുതായിട്ട് വേദന തോന്നുന്നത്. അയ്യോ, അവന്റെ അടുത്ത് ഗുളിക കഴിക്കാൻ പറ. കണ്ണനുണ്ണിടാ, എണിയടാ കണ്ണനുണ്ണി, എണിയടാ. മതി ഉറങ്ങിയത്. എണി 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 എണി. വേണമെങ്കിൽ ഒരു കോട്ടോ ആയിട്ടോ, ഒരു ചെറുതും കൂടെ ഇട്ടോ. ഗുളി എടുത്തു പോയി, ഗുളി എടുത്തു പോയി, ഗുളിക കഴിക്കാൻ പറ. ഗുളി എടുത്ത് വായി. എന്തോന്നത് എടുത്തു പോയി. ആ ഗ്ലാസ് എടുക്ക, ഗ്ലാസ് എടുക്ക, വെള്ളം എടുക്ക. ഇതുവരെ ഓക്കെ. ഇനി ഇവന് മദ്യപിക്കണമെന്ന് തോന്നാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, അല്ല, എവിടെ ഒരു ചിന്ത വന്ന അതുകൊണ്ട്. അയ്യോ, അയ്യോ, അടുത്ത് ബീഫ് കഴിച്ചു. കൊളസ്ട്രോൾ. അയ്യോ, കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ. എണ്ണ ഒഴിവിട്, എണ്ണ ഒഴിവിടുക. എടാ കണ്ണനുണ്ണി മതി, ഇനി ഒന്നും കഴിക്കണ്ട. നീ ഗുളി എടുക്കടാ, എടുക്ക, കഴിക്കേ.
ഇവിടെ നന്നാവണം എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ടൊന്നും കാര്യമില്ല. അവൻ കൂടി വിചാരിക്കണം. അവൻ വിചാരിക്കാത്ത അത് ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. എടാ കണ്ണനുണ്ണി, നിനക്ക് നന്നാവണ്ടേടാ. നീ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നന്നാവടാ കണ്ണനുണ്ണി, നന്നാവടാ. ചിന്തിക്ക്, നീ ചിന്തിക്ക്. ചിന്തിക്കുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ പറ, കുറച്ചുകൂടി. കണ്ണനുണ്ണി, നിന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ നല്ല ജോലിയൊക്കെ ആയി. ചിന്തിക്കടാ, ചിന്തിക്ക്. നിനക്ക് നന്നാവണം. അവൻ നന്നാവും. കളയും. അയ്യോ, കളറ് മാറിതാ. വൈറ്റ് എടുത്തോണ്ട് വെച്ചേക്കളെ. അതിനിടയിൽ നിങ്ങൾ എപ്പോഴും പിന്നെ മദ്യത്തിന്റെ കാര്യം ആലോചിച്ചെന്തിന്? യവനെയൊക്കെ ഉപദേശിക്കാൻ പോയ എന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. യവനൊക്കെ കുടിച്ച് തീരും, അല്ലാണ്ട് എവനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ലഹരിക്ക് അടിമയാവാത്ത ഏവന്റെങ്കിലും ശരീരത്തിൽ ഒരു അവയവമായിട്ട് വന്ന് ജനിച്ചാ മതിയായിരുന്നു. അലയും കുടിയിൽ കരളും ഹൃദയവും വൃക്കയും തകരും അടിയാടലും അളിയും അനിയാടി വേണ്ടി മോർണിംഗിലെ ബെഡ് ബ്രാൻഡിൽ തുടങ്ങുന്നു നീ അടിയോടടി. അയ്യോ ഇത് സത്യം പറഞ്ഞാല് ഓരോ സ്കൂള്, ഓരോ കോളേജില് ഇത് കാണിക്കണം. ഇതാണ് പറയാ, ഇതാണ് ഒരു നല്ല മെസ്സേജ്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇതെല്ലാം ആൾക്കാരും കാണണം. സത്യം പറഞ്ഞാൽ ദിസ് ഇസ് ദ ബെസ്റ്റ് മെസ്സേജ് ലാലു. അമൃത ടിവിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇവരെ കുറച്ച് സ്കൂളിലെങ്കിലും അയച്ചിട്ട് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. കണ്ട് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും കൂടി ഉറപ്പായിട്ടും. അഖിലിതാ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ അത് ഇത്രയും സാധനങ്ങൾ കൊള്ളാൻ അല്ല, കാര്യം കൂടെ, കോപ്പിറൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഏറ്റെടുത്തേക്കാം. കാരണം ലഹരിക്കെതിരായിട്ടുള്ള ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞങ്ങളുടെ ടീം. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ. അതിലും സൂപ്പറാണ് ഇത്. പക്ഷെ കുടിച്ച ചേട്ടാ സൂപ്പർ, നാച്ചുറാലിറ്റി ഭയങ്കര അടിപൊളിയാട്ടാ. നമുക്ക് പോയി നമ്മുടെ ബ്രെയിനും ഹാർട്ടും ലിവറിനെയും കിഡ്നിനെയും കാണണ്ടേ? എന്റെ കരളെ അടിപൊളി. ബ്രെയിൻ എന്റെ കുടിയോ. ഇതാണ് രതീഷിന്റെ റിയൽ ലൈഫ് സ്റ്റോറി. ഇത് രതീഷ്, ഇതൊക്കെ ഒരു മാതൃകയായിട്ട് നിങ്ങൾക്ക് ഒരു വേദിയിൽ ഇതൊക്കെ അഭിനയിച്ച് കാണിക്കാൻ പറ്റി. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ചേച്ചിയുടെ കയ്യിലെടുത്ത് വാക്ക് പറ. എനിക്ക് അല്ല, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കുറഞ്ഞ സാധനം ആദ്യം അടിച്ചിട്ട് കൂടിയ സാധനം രണ്ടാമത്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞോട്ട്, മെഗാ ചാർജ് ഇവന്റില് 2 ലക്ഷം രൂപ മേടിച്ച് അത് പാഴാക്കി കളയാതെ അതിനൊരു സൗണ്ട് സിസ്റ്റം മേടിച്ചൊക്കെയാണ്.
അപ്പൊ ഇന്ന് എന്താണ് പരിപാടി എന്നറിയാമോ? ഇല്ല. ഒരു ഹെൽത്തി കല്യാണമാണ് കിട്ടിയേക്കണ വർക്ക്. അപ്പൊ അവിടെ വന്നേക്കണം, നമ്മള് പൈസ പാഴായിക്കളത് ചേച്ചിയെ. അപ്പൊ ഇതിന്റെ ഉദ്ഘാടന കർമ്മം ചേച്ചിയാണ്. എല്ലാരും മേടിക്കും പോലെ പൈസ വാങ്ങിക്കല്ലേ, നമ്മളെ പിള്ളേരുടെ അഡ്ജസ്റ്റ് ചെയ്ത ഉദ്ഘാടനത്തിന് പൈസ മേടിക്കും. ബാറ്ററി ഒന്ന് ഓണായി നോക്കി വെച്ച് ഇപ്പൊ ഓണം പൈസ പാഴാക്കാത്ത പോലെ ഒറ്റ കോമഡി പാഴാക്കരുത്. എല്ലാം ഇട്ട് തരണം, ഞങ്ങൾ ചിരിച്ചോളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു മൈക്ക് സെറ്റ് എന്റെ അവസ്ഥ ആലോചിക്കണം. എല്ലാത്തിനും ഒരുത്തൻ തന്നെ കിടന്ന് ഓടണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമെന്നറിയാം. എടാ 5 ട്യൂബ് മുകളിൽ കെട്ടറാ, 10 സൈഡിൽ കെട്ട്, 16 അടിയിൽ കെട്ട്. കൂടുതൽ സംസാരിച്ചാൽ നിന്റെ 16 നടത്തും. കാര്യം ആത്മാർത്ഥത ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർ അപ്പം ശത്രുക്കളാവും. ഒന്നാമത് ഹൽത്തി നടക്കണ വീടാണ്. ഇവിടെ ട്യൂബ് കെട്ടറാ. എന്നെ അറിയാന്നുള്ള ആരെങ്കിലും വിളിച്ച് കെട്ടിക്കടാ. അല്ല, ഞാൻ തന്നെ വന്ന് കെട്ടിത്തരാന്ന്. സംഭവം കണ്ടല്ല, ഞാൻ മൈക്ക് സെറ്റിന്റെ ആളാണെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാതെ ഇന്ന് ഹൽത്തി നടക്കുന്ന വീട്ടിലെ പെണ്ണിനെ അടിച്ചോണ്ട് വന്ന കാമുകനായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. മാമൻ പറഞ്ഞായിരുന്നു ആർക്കും ഒരു സംശയത്തിനിട കൊടുക്കരുത് എന്ന്. സംശയമില്ല, പിടിക്കപ്പെടില്ല. മാമനെ പിടിച്ച് എന്നെ കൂടെ കാണിച്ചു കൊടുക്കല്ലേ. ഞാൻ പുതിയൊരു സൗണ്ട്സ് വയ്ക്കാനുള്ള വർക്ക് കൂടെ പിടിച്ച്. ഓ, ഇതിനിടയിൽ തന്നെ മാമ ഇത് കയറി പിടിക്കുന്നത്. യവനങ്ങനെ പറയാ, എനിക്ക് സൗണ്ട്സിന്റെ വർക്ക് പിടിച്ചില്ലെങ്കില് വീട്ടില് 4 കൊണ്ട് എന്റെ നെഞ്ചത്തേറിന് സൗണ്ട് ഉണ്ടാക്കും. സംഭവങ്ങളെല്ലാം സേഫ് ഇല്ല? എല്ലാ സേഫ്. ഇവിടുത്തെ കല്യാണ പെണ്ണ് സേഫ്, പെണ്ണിന്റെ അച്ഛൻ സേഫ്, പെണ്ണിന്റെ അമ്മ സേഫ്, നാളെ കൊടുക്കാനുള്ള പൈസ പണ്ടോ എല്ലാം സേഫ്. നീ മാത്രം സേഫ് അല്ല. നീ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാല് ഈ വീട് ഡേഞ്ചർ സോൺ ആവും. മാമ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും എനിക്കൊരു പ്രശ്നമില്ല മാമ. ഞാൻ കുട്ടപ്പ മാമനാണ്, അല്ലാതെ കട്ടപ്പ മാമനല്ല. നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് നെഞ്ചും പിരിച്ച് നിൽക്കായി. മാമ അവിടെ എല്ലാം റെഡി തന്നെ. അവിടെ എല്ലാം മലയാളികള്, റെഡികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവരിങ്ങനെ കൊടുക്കൂലേ, ഇങ്ങനെ ചാടും. അതല്ല, നമ്മളെ പ്ലാൻ എല്ലാം റെഡി തന്നെയാണ്. പ്ലാൻ എല്ലാം റെഡി. എടാ, നിനക്ക് കല്യാണ പെണ്ണിനെ അടിച്ചോണ്ട് പോവാൻ വേണ്ടിട്ട് ഞാൻ 2 കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് 2 കാർ എപ്പോഴും നമ്മൾ 2 സെക്കൻഡ് ഓപ്ഷൻ വെച്ചിരിക്കണം. അതായത് ഒരു കാർ വന്നില്ലെങ്കിലും വേറൊരു കാർ വരും. അടിപൊളി. അത് മാത്രമല്ല, ഈ 2 കാറിൽ ഞാൻ 2 ഡ്രൈവർമാരെ വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവർ ഉറങ്ങി കഴിഞ്ഞാൽ മറ്റേ ഡ്രൈവർ കാണും. സെക്കൻഡ് ഓപ്ഷൻ. ലോജിക് ഇല്ലെങ്കിലും ഞാൻ ഈ 2 കാറിന് 2 സ്റ്റിയറിംഗ് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റിയറിംഗ് കറങ്ങിയും മറ്റേ സ്റ്റിയറിംഗ് കറങ്ങി പോവല്ല. സെക്കൻഡ് ഓപ്ഷൻ. അത് മാത്രമല്ല, ഈ മാമന് പകരം ഞാൻ വേറൊരു മാമനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഒന്ന് കളിക്കാൻ ഒരാൾ വേണ്ടേ? എവിടെ കിടന്ന് പുഴുക്കും. ശരിയല്ല മാമ, കല്യാണ ആഘോഷങ്ങളെല്ലാം പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെടാ, പണ്ടൊക്കെ എന്തോന്ന് ആഘോഷം. കല്യാണത്തിന് നിശ്ചയിപ്പ് മോതിരം മാറ്റി. ഇപ്പോഴത്തെ കല്യാണത്തിനാണ് ആഘോഷങ്ങള്. എവരറിഞ്ഞൂടാ, ഞാൻ സൗണ്ട് വയ്ക്കണോണ്ട് എനിക്കറിയാം. ഇവിടെ എന്താണ് ആഘോഷം നടക്കണമെന്ന് അറിയാമോ? ഛർദി കല്യാണം, കല്യാണം, വൃത്തി കല്യാണം, മാമ ഹൽദി കല്യാണം. ഹൽദി കല്യാണം. എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. ഇവിടെ കിടന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കല്ലേ. സൗണ്ട് വെക്കും. ഞാൻ ഇവിടെ സൗണ്ട് വെക്കാൻ വന്നാണ്. സൗണ്ട് വെച്ചാലേ ഇവരെനിക്ക് പൈസ തരുള്ളൂ. അതുകൊണ്ട് നീ എന്നെ പഠിപ്പിക്കണ്ട. എടാ, നിനക്കറിയാമോ, ഈ മഞ്ഞ വയറും പച്ച വയറും നീല വയറും കൊണ്ട് കിടക്കണത് ഈ കറുത്ത വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എടാ, നിനക്കറിയാമോ, ഇതിലിതോട്ടെ, ഇതെന്റെ മോനാണ്. മക്കളെ, നാളെ ലണ്ടൻ വരെ ഒന്ന് പോണം. ഐസക് ന്യൂട്ടൻ ഒന്ന് കാണണം. 4 ആപ്പിൾ കൊടുക്കാൻ, തലേനെറിഞ്ഞ് കളിക്കാൻ. സർഫസ് ആൻഡ് എർത്ത്. നമ്മൾ പറഞ്ഞു വന്നേന്ന് തോന്നുന്നു. മാമ എവിടെ പോയി? മൂത്രം ഒഴിക്കാൻ അല്ല, എനിക്ക് നിന്റെ പ്രേമത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം. അത് ചോദിച്ചു. പണ്ട് മുതലേ ഇഷ്ടമാണോ, ഇപ്പം മുതലേ ഇഷ്ടമാണോ? എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ല, ഇപ്പോഴും മുതലേ ഇഷ്ടമില്ല. മുതല കടിക്കും. മുതലല്ല, നിനക്ക് എപ്പം മുതലാണ് എവിടെ ഇഷ്ടം തുടങ്ങിയെന്ന് അത് ചോദ്യേ. നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് ഒരു കവിതയായിരുന്നു. എടാ, ഇവിടെ ചാനലിൽ ഇപ്പൊ കവിത, ഇനി വേറെ ആരെങ്കിലും പെണ്ണിനെ കൊണ്ടുവരും. എടാ, നീ ഞരമ്പാടാ, നീ ഞരമ്പ്. അതല്ല മാമ, പാടണ കവിത, പാടണ ചിത്ര തെറ്റിക്കും മാമ. അതല്ലെന്ന് ഞാൻ ഇച്ചിരി കാവ്യാത്മകമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പ്രണയം എന്ന് പറയുമ്പോഴേ അവള് ശാലിനി കാറ്റായി വന്നു
ഞാൻ മഴയായി പെയ്തു. അടിപൊളി. എന്നിട്ട് അവളെ അച്ഛ ഇടിയായിട്ട് വന്ന് അമ്മ മിന്നലായിട്ട് ഇങ്ങ് വന്നു. പിന്നെ 2 ആഴ്ച റെഡ് അലർട്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി ചോരയും തൂറി കിടന്നേണ് അവന് കാവ്യ. അങ്ങനെയൊന്നും പറയല്ലേ. മാമന്റെ ഒരു കാര്യം പറഞ്ഞു. അവൾ ഇറങ്ങി വന്നു കഴിഞ്ഞാ അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പറക്കും. പോവല്ലേ? ഞാൻ പോവും. എനിക്ക് സൗണ്ടിന് എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഒന്ന് ഉയരെ ചമക്കാൻ ഇത്തിരി കറണ്ട് അടി കൊള്ളാൻ ആരെങ്കിലും വേണ്ടേ? മാമാ നിങ്ങളെ ചുമ്മാല അടിച്ചത്. നമുക്ക് എങ്ങനെയെങ്കിലും പെണ്ണിനെ ഇറക്കണം, പോണം. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ല, 2 കവർ കൊണ്ടുവന്നിട്ടുണ്ട്. ചാള കൊണ്ടുപോവാനാ? പെണ്ണിനെ കൊണ്ടുപോകാൻ ചാക്ക് കൊണ്ടുപോകും. ചാക്ക് 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 2 ചാക്ക്. ഒരു ചാക്ക് കീറിയാലും മറ്റത് ഉപയോഗിക്കാമല്ലോ. ഓക്കെ, അപ്പൊ ചാക്ക് സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ ചാക്കിൽ എങ്ങനെയെങ്കിലും അവളെ എന്റെ പെണ്ണിനെ കയറ്റണോ മാമ? ഏത് കളർ ഡ്രസ്സാണ് നിന്റെ പെണ്ണിട്ടിരിക്കുന്നത്? മാമ മഞ്ഞ ഡ്രസ്. അപ്പൊ 7 ചാക്ക് വേണം. അതെന്ത്? അതുകൊണ്ട് 7 പേര് മഞ്ഞ കളർ ഡ്രസ് ഇട്ടോണ്ട് നിൽക്കുന്നു. അപ്പൊ എല്ലാത്തിനും ഭാര്യ നമുക്ക് ചാക്കി കയറ്റാം. ഓണ വഴിക്ക് നിനക്ക് ആവശ്യമുള്ള എടുക്കാം, മറ്റേ കളയാം. മാമ ഇത് കോഴി വേസ്റ്റ് കൊണ്ടുപോകണല്ലോ, ആവശ്യമില്ലാത്ത വാരി കളയാൻ വേണ്ടി. എന്റെ പെണ്ണിനെ കൊണ്ടുപോകണേ. നിന്റെ പെണ്ണിൽ ഒളിച്ചോടി. അതെങ്ങനെ ശരിയാകും? ഞാനും കൂടെ അല്ലേ ഒളിച്ചോടെ? കാര്യം മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ കാര്യത്തിലും സെക്കൻഡ് ഓപ്ഷൻ വെച്ച് ഇവ സ്നേഹിച്ച പെണ്ണ് സെക്കൻഡ് ഓപ്ഷൻ വെച്ച് ഇവരെ കിട്ടിയില്ലെങ്കിൽ അവനെയും കൊണ്ട് പോവാന്ന് പറഞ്ഞ് വേറെ കാറ് പിടിച്ചു വിട്ടിരുന്നത്. അതിന് പോയടാ ഈ മാമനെ. ഞാൻ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരുവേ. പോയാ ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഞാനും പോട്ടെ. അങ്ങനെ സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ശ്വേത ചേച്ചി. എക്സലന്റ് എനർജി, നല്ല എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റിൽ. കറണ്ട് അടിച്ചതൊക്കെ ഭയങ്കര രഞ്ജീഷണ്ണന്റെ മാസ്റ്റർ പീസ് ആണ് കറണ്ട് അടി. അതായത് സ്കിറ്റിൽ ചിരി കുറഞ്ഞാൽ അപ്പ എവിടെയെങ്കിലും കൈവയ്ക്കും. നല്ലായിരുന്നു, അതൊക്കെ നല്ലായിരുന്നു. ഈ പറഞ്ഞ കൗണ്ടേഴ്സ് കുറച്ചും കൂടെ നമുക്ക് വേണം എന്ന് നമുക്ക് തോന്നിപ്പോയി. സാരമില്ല. എനിവേസ് നമുക്ക് നോക്കാം എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത്. ഓക്കെ, ബാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ 26,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഓണം മെഗാ ചാർജ് ഈവനില് ഫസ്റ്റ് പ്രൈസ് നേടി 2 ലക്ഷം രൂപ മേടിച്ച ടീമാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ആ ലെവലിലായിരിക്കും പ്രതീക്ഷിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും. മനസ്സിലായല്ലോ? ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും 26,000 റുപ്പീസ് ഇപ്പൊ ക്രെഡിറ്റ് ചെയ്തോ. ഓക്കെ, സോ മറ്റേ 2 ലക്ഷത്തിന്റെ ടാക്സ് അല്ലല്ലോ. ഇത് വിഷ്ണു ചേട്ടൻ, ഇത് രാജ്മോഹൻ ചേട്ടൻ. ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എനിക്ക് അറിയാം. വിഷ്ണു ചേട്ടൻ കഴക്കൂട്ടത്താണ് വീട്, രാജ്മോഹൻ ചേട്ടൻ പോത്തങ്കോടാണ് വീട്. ഇത് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവര് ജീവിതത്തിൽ ഒരു ഫ്ലോറിൽ കയറുന്നതും ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മുടെ ഫ്ലോറിലെയും അവര് ജീവിതത്തിലും ഒരു പുതിയ തുടക്കത്തിനായിട്ട് ഇവിടെ എത്തിയേക്കാണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യൂലേ? പിന്നെ ചേച്ചി ആ ബാറ്ററി ഒന്ന് ഓൺ ചെയ്തു. രണ്ടുപേരും നന്നായിട്ട് ചിരിപ്പിക്കണം. ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത സ്ഥിതിക്ക് പരിപാടി അടിപൊളിയായില്ലെങ്കിൽ എന്നെ നിങ്ങളെ ഒരുമിച്ചെടുത്ത് ഇവിടുത്തെ ആൾക്കാർ ആറ്റിലിടും. അവരെയൊന്നും ചെയ്യില്ല, അരുവിക്കര ഡാമിൽ കയറിയിട്ട് നിങ്ങൾക്ക് കഴക്കൂട്ടത്ത് പോവാം, നിങ്ങൾക്ക് പോത്തങ്കോട് പോവാം, എനിക്ക് നെടുമങ്ങാട്. ഒരുമിച്ച് ഒഴിവാനുള്ള അങ്ങനെ ഒരു അവസരം ഞാൻ ഉണ്ടാക്കൂല. ഇല്ല. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വളച്ച പെണ്ണിനെ കിടച്ചില്ലെങ്കിൽ കുടിച്ചു ചാവല്ലേടാ, കിടച്ച പെണ്ണിനെ താലി കെട്ടിട്ട് കുടിച്ചു ചെല്ലല്ലേടാ, ചീച്ചി മുള്ളിക്ക് നിന്നെ തേക്കോം പേക്കോന്ന് ചവിട്ടി കൂട്ടുമേടാ. ഭഗവാനെ, 3 ദിവസമായിട്ട് ഒരു കെമണ്ട മീനിനെ പിടിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് ഇവിടെ കിട്ടില്ല. ഇന്ന് ഞാൻ അതിനെ പിടിച്ചിരിക്കും. സർവേഷ്, എന്താടാ നീ?
എടാ ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കണ്ടേ മനുഷ്യ ഇവിടെ മീൻ പിടിക്കാൻ നേരത്തെ നീ തന്നെ പ്രാന്ത് പിടിക്കണം. നീ മീൻ വിട്. മീൻ വിടാ പിടിച്ചില്ലടാ ഇതുവരെ, എന്നല്ലേ വിടുള്ളൂ. യാതല്ലെന്തോ എന്റെ പെണ്ണും പിള്ളേരെ ഫോൺ വെള്ളത്തിൽ വീണടാ. എടാ നിന്റെ പെണ്ണുമ്പിള്ളയുടെ ഫോൺ വെള്ളത്തിൽ വീണാ ഇങ്ങനെ വെപ്രാളപ്പെടരുത്, ഇങ്ങനെ പറയണം. എടാ എന്റെ പെണ്ണുമ്പിള്ള ഫോൺ വെള്ളത്തിൽ പോയടാ, ഇങ്ങനെ സന്തോഷിക്കണം. എടാ അതല്ലെന്ന്. എടാ എന്തൊക്കെ പൊങ്ങി വരണടാ. പൊങ്ങി വരാൻ കിണറ്റില്ല വീണത്. കിണറ്റിനല്ലെന്ന്. പിന്നെ ഫോണിൽ നിന്ന് പല പല മെസ്സേജുകളും പൊങ്ങി വരണം. ഫോണാവുമ്പോ മെസ്സേജ് വരും, അതിനിപ്പോ എന്ത്? എടാ അവക്ക് ആരൊക്കെ മെസ്സേജ് അയക്കണമെന്ന്. കാരക്കയിൽ മെസ്സേജ് അയക്കണം. എടാ അത് തിന്നണ സാധനമല്ലേടാ. കാരക്കല്ലെന്ന്. പിന്നെ അവക്ക് ആരൊക്കെയോ രഹസ്യമായിട്ട് ഫോണിൽ മെസ്സേജ് അയക്കണമെന്ന്. രഹസ്യമായിട്ട് മെസ്സേജ് അയക്കണം, നോക്കട്ടെ. നീ നോക്കിയാണ് ഇത് പെണ്ണും പിള്ളേരെ ഫോണാണ് സുമേര. ഇത് വെള്ളത്തിൽ വീണ് കംപ്ലീറ്റ് ഡിസ്പ്ലേ പോയി പോട്ട് നോക്കിയാ പകുതി കാണാൻ പകുതി കണ്ടുകൂടാ. ഇങ്ങോട്ട് എന്തൊക്കെ അയച്ചിക്കണം സമാധാനപ്പെട്ടെ, ഞാൻ നോക്കാം. ടെൻഷൻ അടിച്ചിരിക്കുന്നു. ചക്കരേ ചക്കരയെന്നാ നീ നിന്റെ പെണ്ണുമുള്ള ചക്കരയെന്ന് വിളിക്കൂ? ഞാൻ അങ്ങനെ വിളിക്കൂല. അപ്പൊ പിന്നെ നോക്കേണ്ട കാര്യമില്ല, ഇത് കാമുകൻ തന്നെ. കാമുകനല്ലാതെ പിന്നെ നിന്റെ പെണ്ണുള്ളിലേക്ക് ചക്കരെ തന്നെ വിളിക്കൂ. നോക്കടാ സമാധാനം പെട്ടെന്ന് നോക്കടാ. ഇല്ലടാ ഏത് വിജയണ്ടാ തെളിഞ്ഞു വരണേ ഉള്ളടാ. നോക്ക് കഞ്ഞിക്കട വിജയ്. കഞ്ഞിക്കട വിജയനാ? ഓ കഞ്ഞിക്കട വിജയ് പോയി വെട്ട്. എടേ കഞ്ഞിക്കട വിജയ് അവളെ മാമനടേ. അവളെ മാമൻ സംശയിച്ചു. മനുഷ്യനെ അറപ്പിച്ച് പേടിപ്പിച്ചു മീൻ പിടിക്കാൻ സമ്മതിച്ചില്ല. വിജയ മാമനെന്ന് വെച്ചാൽ അവളെ മാമൻ. ഓ തുമേ പണ്ടേ ചക്കര എന്നാണ് വിളിക്കണത്. തന്നെ ചക്കരെ. വെറുതെ സംശയിച്ചു. എന്തായാലും സമാധാനായടേ. സമാധാനായി. നിനക്ക് തികഞ്ഞ് എന്നെ അറപ്പിച്ചപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. ഒരു സംശയമില്ലല്ലോ. ഇല്ലടേ സതീഷ്. അങ്ങനെ സംശയമില്ലായിരുന്ന പറ്റൂലല്ലോ. തടവി തരൂ. തടവി തരുമെന്നാ? നിന്റെ പെണ്ണുമുള്ളക്ക് ആരാ മെസ്സേജ് ഇട്ടിരിക്കണേ തടവി തരുമെന്ന്? നീ നോക്കണായിരുന്നു. എന്നെ വെട്ടല്ലേടേ, ഞാൻ നോക്കട്ടെ. വെട്ടി കൊല്ലും ഞാൻ. രാധാശൻ പോയി വെട്ട്. ഏത് രാധാകൃഷ്ണൻ? ഏത് രാധാകൃഷ്ണൻ നോക്കട്ടെടാ. നിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ പോയി വെട്ട്. അച്ഛനായിരുന്നു. വെറുതെ സംശയിച്ച് വേണ്ടായിരുന്നു. അങ്ങേരാ വീട്ടിൽ ഇരുന്ന് ഇത് തന്നെ ആയിരിക്കും ആലോചിക്കണം. എന്തരാ വേണ്ടായിരുന്നു. എനിക്കൊരു സംശയം. ഈ നിന്റെ അച്ഛൻ എന്തിന്റെ സുമ കാല് തടവി കൊടുക്കണത്? അച്ഛന് കാല് വേഗം നിറഞ്ഞൂടെ? പാവടെ പാവത്തിന്റെ അസുഖമുണ്ട്. എന്റെ പെണ്ണും പിള്ളേണ് അച്ഛന് തടവി കൊടുക്കണത്. പാവം. പിന്നെ മരുമോളെടുത്ത് ഒരു അച്ഛന് പറയാല്ല കാലിത്തിരി തടവി തന്നു. അതിനിപ്പോ എന്തൊരു കുഴപ്പം? വെറുതെ സംശയിച്ച്. അത് തന്നെ. ഞാൻ ഒരു വര വരച്ചാണ്ടല്ലേ എന്റെ പെണ്ണുമ്പിള്ള അവിടെ നനങ്ങൂല. അറിയാമോ നിനക്ക്? പിന്നെ നീ എന്തിനാ പേടിക്കണത്? പേടിയാ? എനിക്ക് പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. ഒരു പേടിയില്ല. പോടാണെന്ന് തിരുപ്പൂലം പോലും എനിക്ക് ഒരു പേടിയില്ല. ഒരു പേടിയും ഇല്ല, സംശയമില്ല. ചെറിയ പേടി ഉണ്ട്. ചെറിയ പേടി ഇല്ലേ? ഇവിടെ ചെറിയ പേടി പെണ്ണുമ്പിള്ള വേണം, പിന്നെ ഇല്ലെങ്കിൽ കൈവിട്ടു പോവും. അങ്ങനെ എന്റെ പെണ്ണുമ്പിള്ള എന്നെ ചതിക്കൊന്നുമില്ല. 99% കിഴങ്ങന്മാര് ഇത് തന്നെ വിചാരിക്കണം. 99% കിഴങ്ങന്മാര്. അപ്പൊ അതിന് ഞാൻ ഇല്ല. നീ ഇല്ല, നീ വേറൊരു ടൈപ്പ് കിഴങ്ങൻ. എന്നാൽ എന്റെ സുമ കുഴപ്പം തന്നെ. തന്നെ നിനക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ പെണ്ണുമ്പിള്ള കുഴപ്പം തന്നെ. നിനക്ക് എങ്ങനെ അറിയാം? നീ ഇപ്പൊ പറഞ്ഞതാ. ഇടാ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞ. ഇടാ കുട്ടിക്കാലത്തെ നീ എന്തൊരു പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പണ്ട് നീ പറഞ്ഞ് പീസായ ബൾബ് കത്തൂല, നമ്മൾ സ്വിച്ച് ഇട്ട് കത്തിയില്ല. അതുപോലെ തന്നെ മായാവിയിലെ കുഞ്ഞമ്മേരെ മോനാണ് ലുട്ടാപ്പി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം കാര്യം നീ കറക്റ്റ് പറഞ്ഞിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സുമ കുഴപ്പം തന്നെ. ചിലപ്പോ എനിക്ക് തോന്നിയതാണെങ്കിലാ. ഇടാ പോടെ അങ്ങനെ എങ്ങനെ തോന്നും? മായാവിക്ക് കൊമ്പുണ്ട്, ലുട്ടാപ്പിക്കും കൊമ്പുണ്ട്. കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. മായാവിയിലല്ലെന്ന് സുമയെ പറ്റി പറഞ്ഞത്, എന്റെ പെണ്ണുമ്പിള്ളയെ പറ്റി പറഞ്ഞത് ചിലപ്പോ എനിക്ക് തോന്നിയതാണെങ്കിലാന്ന്. പെണ്ണുമ്പിള്ളയെ കുറ്റി പറഞ്ഞു ചിലപ്പോ അത് കറക്റ്റ് നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ ചിലപ്പോ തോന്നിയതായിരിക്കണമെന്നില്ല, സംഭവം കാണും. അതായത് അവളെ ഫോണിൽ നോക്കി അറിയാൻ പറ്റും. എന്തിനാണ്? ചിലയിടത്ത് സ്മൈലി എന്തിന്റെ അറിയാമോ? ലവിന്റെ സ്മൈലി. എന്റെ മിണ്ടാതെ സഹിക്കുന്നു. പേരും നാളും ഒന്നുമില്ലാതെ കുറെ മെസ്സേജുകൾ ഉണ്ടടാ. എല്ലാം അനോണിമസ് ആണ്. പേരും നാളുമില്ലേ? അവന്റെ വീട്ടിലോട്ട് ചെല്ലണം, അവനെ വിളിച്ചിറക്കി കൂമ്പിടിച്ച് വിലക്കിയാ പോലെ. ഈ അനുമോനൂസിന്. അനുമോനൂസ് അല്ല, പിന്നെ അനോണിമസ്. അനോണിമസ് എന്ന് വെച്ചാ പേരും നാളും ഒന്നും കാണൂല, വെറും മെസ്സേജ് മാത്രമേ വരൂ. അതെനിക്ക് അറിഞ്ഞൂടല്ലോ മോനൂസേ. എടാ ഞാൻ പറയണം, നീ കേള്. കേക്കാം, പറ. എന്നാലും എന്തടേ സംശയവും? എനിക്ക് ഭയങ്കര ടെൻഷൻ. പെണ്ണുമ്പളെ പറ്റി കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലിസ്റ്റ് കാണുന്നതിന്റെ ലിസ്റ്റ് പറ, ഞാൻ കേക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും ബംഗാളി നിന്ന് കത്തി തേക്കാണ്. ബംഗാളി നിന്ന് കത്തി തേക്കണം? തേക്കട്ടാ. എടാ ബംഗാളിന്റെ കത്തി തേച്ചോണ്ടിന്റെ ഇടയ്ക്ക് എന്റെ പെണ്ണുമ്പിള്ള ട്യൂൺ ചെയ്യണ്. അവള് എന്റെ പെണ്ണുമ്പിള്ളയാണ്. അവളാണെങ്കിൽ ഇവനെ കണ്ട ഭാവം നടിച്ചിട്ടില്ല, മിണ്ടാതെ അവിടെ അങ്ങ് നിന്ന്. അടിപൊളി. എന്തൊരു അഭിനയം. പിന്നല്ലാതെ എടാ മണ്ട, നീ വീട്ടിൽ ചെന്ന് കയറുമ്പം ബംഗാളി കത്തിയും തേച്ചോണ്ട് നിന്റെ പെണ്ണുമ്പിള്ളേരുടെ സൊള്ളണ്. നീ ചെന്ന് കയറിയപ്പോ അവള് പെട്ടെന്ന് അയ്യോ എന്റെ ചേട്ടൻ വന്നു, ഞാൻ അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, അറിയാത്ത ഭാവത്തിൽ അങ്ങനെ നിന്ന്.
എടാ നീ പറഞ്ഞു എന്താ? എടാ അത് തന്നെ, നീ നല്ല വാർത്ത കേട്ടാ? ബംഗാളി കാമുകനോടൊപ്പം വീട്ടമ്മയും ചേർന്നുകൊണ്ട് ഭർത്താവിനെ തല്ലിക്കൊന്ന് വെട്ടി പീസാക്കി കവറി കെട്ടി കാട്ടിത്തള്ളിയത്. എടേ കത്തി തേക്കാൻ വന്ന എവിടെയാണ്? എന്റെ വീട്ടില്. പിന്നെ നീ എവിടെ നിന്നിട്ടുണ്ടേ ചോദിക്കണത്? പെണ്ണും പിള്ളേം കൊണ്ട് ബംഗാളി പോവടേ? ആ മിക്കവാറും പോവൂടെ, നീ രണ്ടാമത് കെട്ടേണ്ടിയും വരും. പെണ്ണും പിള്ളേ കൊണ്ടുപോകണേ ഞാൻ തിന്റെ രണ്ടാമത് കെട്ടണത്. എടാ അതല്ലടാ മണ്ട പറഞ്ഞത്, ചൂണ്ടയുടെ നൂല് പോയെന്നത് രണ്ടാമത് കെട്ടിയില്ലെങ്കിൽ മീൻ കൊണ്ടുപോകുന്നു. അത് വിടടേ നീ. അത് വിടാൻ പിടിച്ചാലല്ലേ വിടാൻ പറ്റും. എന്റെ കാര്യം പറയടേ. നിന്റെ കാര്യം ഞാൻ പറയാം. നിനക്ക് എന്തിനാണ് അളിയ പ്രശ്നം? എന്റെ പെണ്ണും പിള്ളേ എനിക്ക് ഭയങ്കര സംശയം. ഭയങ്കര സംശയം? ഏത് വിധത്തിലുള്ള സംശയം? ഞാൻ പറയണ കേള്. എവള് ആണുങ്ങളടുത്ത് സംസാരിക്കണെന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിന്റെ അടുത്ത് സംസാരിക്കണതാ? നീ പറയണ കേളടേ. ഞാൻ കേക്കാം, പറ. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. എന്തൊരു പരിപാടി? വീട്ടിന്റെ 4 വാക്കും കോമ്പൗണ്ട് വാള് കെട്ടി അങ്ങ് അടയ്ക്കും. ഒറ്റ എണ്ണം വെളിയിറങ്ങൂല. ഇല്ല. അപ്പൊ ഈ ഞണ്ണാനും സാധനം വാങ്ങിക്കാനും ഒക്കെ ഇവർ അകത്തിരുന്ന എന്തിരിയൂടെ? അവിടെയാണ് സുരേഷിന്റെ ബുദ്ധി. എന്തിനാണ് ചുണേത്തണം മുണുത്തിനെ? നിനക്കറിയണോ? ഓൺലൈൻ എന്ന് കേട്ടിട്ടോ? ഓൺലൈൻ വഴി സാധനങ്ങൾ ഞാൻ വീട്ടിൽ വരുത്തിക്കും. നല്ല സൂപ്പർ ബുദ്ധിയാണ്. ആകാശത്ത് ഇങ്ങനെ ഉണ്ടെന്ന് ഇറക്കും. എടേ നീ ഒരു വാർത്തയെ നാട്ടുപോരോ ഇല്ല, ഒന്നുമില്ല നിനക്ക്. എന്തരടേ? എടേ കമ്പറപ്പണയിലെ സുരേഷിന്റെ വീട്ടിൽ നടന്ന നീ അറിഞ്ഞ? എന്താ സുരേഷിന് എന്തര്? എടാ അവന്റെ വീട്ടിൽ എല്ലാം ഓൺലൈൻ സാധനങ്ങളാണ് ഇറക്കണത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ. അറിയാം. ഒന്നും വെളിയിൽ വാങ്ങിക്കൂല. ഈ ഡെലിവറി പോയി വന്ന് സാധനവും കൊണ്ട് വന്നു, എന്നിട്ട് ഡെലിവറി പോയി സാധനം കൊണ്ടങ്ങ് പോയി. എടാ അത് പഴയ സാധനം എല്ലാം റിട്ടേൺ കൊണ്ടുപോയിരിക്കും. പഴയ സാധനം തന്നെ. ഷാജിയുടെ പെണ്ണിനെയാണ് കൊണ്ടുപോയത്. എടാ അപ്പൊ നീ പറഞ്ഞു പറഞ്ഞത് അത് തന്നെ. പിന്നെ അങ്ങനെയൊന്നും വരാൻ എന്റെ പെണ്ണുമ്പിളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റൂല. അതെന്ത്? എടാ അവക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ബുദ്ധി വിപണം വിദ്യാഭ്യാസം. ശരി, അതുകൊണ്ട് നിനക്കറിയണോ? അറിയണം. അവളെ ഫോൺ നീ നോക്കിയാ അറിയാം. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് അവര് പഠിച്ചിരുന്ന കൂട്ടുകാരൊക്കെ ചേർന്നുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ശരി, വാട്സപ്പ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പില് ഒരു റീയൂണിയൻ ഫംഗ്ഷൻ അവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് അറിയാമെന്നിരുന്നു? അറിയാടെ. യൂണിയൻ പറയണ കേള, റീയൂണിയൻ. ആ ഫംഗ്ഷനിൽ വെച്ച് എന്റെ പെണ്ണുമ്പിള്ളേക്ക് അവരൊരു അവാർഡ് കൊടുക്കുകയാണ്. ആ ഗ്രൂപ്പിലെ 32 പേരുണ്ട്. 32 പേരുണ്ട്. പക്ഷേ അവക്ക് മാത്രമേ അവാർഡുള്ളൂ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 32 പേരുണ്ട്. നിനക്കാണെങ്കിൽ എവൾ ആണുങ്ങളടുത്ത് മിണ്ടണ ഇഷ്ടമല്ല, സംശയം അല്ലേ? ഈ 32 ആണുങ്ങളുണ്ടാ? കാണൂലേ? എടാ അപ്പൊ ഈ കൊണമണോസ് യവനാണ്. ഈ കൊണമണോസില്ലേടെ നേരത്തെ നീ പറഞ്ഞ മെസ്സേജ് വരുമെന്ന്? അനോണിമസാ? അനോണിമസ്. എടാ അവനാണ് മറ്റേ 32 ഒരുത്തൈ. നാളെ നീ ചെല്ലുമ്പോഴത്തേക്കിടേ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതിടെ പറയാൻ മറന്നു. 1 മണിക്കൂറായി ഞാൻ വാർത്ത വായിച്ചിട്ട്. നിനക്ക് എവിടെ ഇത്രയും വാർത്ത? എടാ ഞാൻ ഈ കുളത്തിന്റെ കരയിരുന്നാ മതി, ആഗോള വാർത്ത ഇവിടെ വരും. ആ കൊള വാർത്ത നീ പറ. ഈ റീയൂണിയന് ചെന്ന ഒരു വീട്ടമ്മ പണ്ട് പഠിച്ചിരുന്ന കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി. മാപ്പിളകാരൻ തമ്പാനൂര് ഈ സ്റ്റാച്ചുവിന്റെ അവിടെ കണ്ട ഇങ്ങനെ നിക്കാണ്, വായും മുളന്നുണ്ട്. നീ പറഞ്ഞു പറഞ്ഞത്? നീ എന്റെ അടുത്ത് അത് തന്നെ. ഇവിടെ വന്ന് കോനെ അടിച്ച് വായും മുളന്നുകൊണ്ട് നിൽക്കും. നാളെ അവാർഡിനെന്ന് പറഞ്ഞ് ചെല്ലുമ്പോ അവ എവിടെ കൊണ്ടങ്ങ് പോകും. പിന്നെ അല്ലാതാ. അങ്ങനെ ഞാൻ അവളെ അവാർഡിന് വിടരുത്. നീ കൊടുക്കണം അവാർഡ്. അവാർഡ് ഞാൻ കൊടുക്കണം. മുതുവളൊക്കെ കൊടുക്കണം. ഞാൻ തരും. ചെല്ല്, കഞ്ഞിങ്ങലൊക്കെ എടുത്ത് കളാ. വന്നത് വീട് പൊളിച്ചോളാ. തീട്. അടിപൊളി. ഒരു കുടുംബം ഇങ്ങനെ കലക്കിയപ്പോഴത്തേക്ക് ഒരു സമാധാനം. ഉലകം മാത്രം പോരല്ല, നീ മീൻ വന്നാന്ന് നോക്കട്ടെ. അതിനാണല്ല നമ്മളിവിടെ വന്നത്. മീൻ കിട്ടി. വളച്ച പെണ്ണിനെ കിടച്ചില്ലെങ്കിൽ കുടിച്ച് ചാവല്ലേടാ. കിടച്ച പെണ്ണിനെ താലി കെട്ടിട്ട് കുടിച്ച് ചെല്ലല്ലേടാ. ചേച്ചി മുള്ളിക്ക് നിന്നെ പിന്നെ അല്ല. വെരി നൈസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അക്കിക്ക് മനസ്സിലായോ ഇവരെ? അതല്ലടാ എനിക്ക് അറിയാന്നുള്ള 2 പേരാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് ആ ഫ്ലോറിൽ നിർത്തിയത്. അല്ല ഈ ചേട്ടനെ കാണുമ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് എവിടെയോ പരിചയം. പിന്നെ ഈ പെർഫോമൻസ് കണ്ടപ്പോഴാണ് ഇവരെ നമ്മൾ ഓഡിഷനിൽ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. വിഷ്ണു ചേട്ടൻ ബേസിക്കലി കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനിൽ നെടുമങ്ങാട് ഏട്ടനല്ലേ, മരിച്ചുപോയി. അനിൽ നെടുമങ്ങാട് ഏട്ടന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് വിഷ്ണു ചേട്ടൻ. അനിലേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം ചേട്ടനാണ്. അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ അനിലേട്ടനാണ്. അച്ഛൻ ഒക്ടോബർ, അതായത് 2020 കോവിഡ് ടൈമിൽ ആ ട്രിപ്പിൾ ലോക്ക്ഡൌൺ സമയത്താണ് അച്ഛൻ അപ്രതീക്ഷിതമായിട്ട് വിട്ടുവന്ന. കോവിഡ് അല്ലായിരുന്നു, ചെസ്റ്റ് പെയിനിൽ പോയി. അതിനുശേഷം അണ്ണൻ എപ്പോഴും പറയും അച്ഛനെ പോയിട്ടുള്ളൂ, നിനക്ക് അണ്ണനുണ്ട് കൂടെ, ചേട്ടനുണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ 2020 ക്രിസ്മസിന്റെ അന്ന് എൻ്റെ ഒരു ഷോർട്ട് മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണ്ണൻ അദ്ദേഹത്തിന്റെ പേജിൽ റിലീസ് ചെയ്തിട്ട് എന്നോട്
ഒരു ബൈ പറഞ്ഞിട്ട് പോവാണ്. എന്നോട് വർഷങ്ങളായിട്ട് സംസാരിക്കുന്നു, ഇതുവരെയും ബൈ പറഞ്ഞിട്ടില്ല. ബട്ട് അന്ന് മാത്രം 1 മിനിറ്റിന് താഴെ ദൈർഘ്യമുള്ള ഒരു കോൾ ചെയ്തിട്ട് ബൈ പറഞ്ഞിട്ട് പോയി. അത് നമ്മൾ അറിയുന്നില്ല. അച്ഛന് ശേഷം ചേട്ടനും പോകുന്നു. അതിനുശേഷം ആ ട്രോമ സ്റ്റിൽ ഞാൻ അതിങ്ങനെ ബ്രെയിനിൽ കൊണ്ടു നടക്കാണ്. പക്ഷെ അണ്ണൻ എപ്പോഴും പറയും, നീ വേറൊരു തൊഴിലും ചെയ്ത് എന്നെ ചീത്ത വിളിക്കും, നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരും, നീ വേറൊരു തൊഴിലും പോകാൻ പാടില്ല, നീ ഒരു കലാകാരനാണ്, കലാരംഗത്ത് മാത്രമേ നീ പ്രവർത്തിക്കാവുള്ളൂ എന്ന് പറയും. എപ്പോഴൊക്കെ എന്തെങ്കിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ അപ്പം അറിയും, എന്നെ വഴക്ക് പറയും. അതിനുശേഷം പറയും, നീ നല്ല ടാലന്റ് ഉള്ള ആളാണ്, എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം അണ്ണൻ്റെ ഓർമ്മകളും അണ്ണൻ പറഞ്ഞ വാക്കുകളുമാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ചേട്ടൻ ശരിക്കും പ്രൊഫഷൻ വൈസ് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് ഇങ്ങനെ ഞാൻ ബേസിക്കലി കഥ, തിരക്കഥ, സംവിധാനം ഒക്കെയാണ് ഇഷ്ടം. ഞാൻ മലയാളത്തിൽ ഒരു വലിയ നടന്റെ അടുത്ത് പോയി കഥ പറയാൻ, അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടുകയും ആസിഫ് അലി വെച്ചിട്ട് ആ പ്രോജക്റ്റ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അപ്പം എനിക്കൊരു ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ണൻ അറിയാതെ. അപ്പം ഈ സംഭവം, ഈ പടം നമുക്ക് കിട്ടാണ്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബാഗേജായി, അണ്ണനോടൊട്ട് പറയാനും പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ തോന്നുന്ന പണിയൊക്കെ ചെയ്യാം. കാരണം ഫിനാൻഷ്യലി ഭയങ്കര പ്രശ്നം വന്നു, പടം ഇല്ല, ജോലിയില്ല. ജോലിയൊക്കെ നമ്മൾ ഈ പടം റെഡിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് പൊളിച്ചെഴുതണം തിരക്കഥ. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മെയിൽ അയച്ച് റിസൈൻ. ആദ്യം ലീവ് ചോദിച്ച് കിട്ടിയില്ല, അതിൻ്റെ പിറകെ നമ്മൾ റിസൈൻ ലെറ്റർ മെയിൽ ചെയ്തിട്ട് നേരെ പിന്നെ നമ്മൾ റോഡ് സൈഡിൽ തുണിക്കച്ചവടം എന്നുള്ളൊരു പരിപാടിക്ക്. അതെന്തുകൊണ്ട് റോഡ് സൈഡ് ഞാൻ പിക്ക് ചെയ്തു എന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് മടക്കി കെട്ടി വെക്കുക, നേരെ ലൊക്കേഷനിലേക്ക് പോവാം. അങ്ങനെയാണ് ഈ ഫ്ലോറിൽ, ആദ്യത്തെ ടെലിവിഷൻ ഫ്ലോറിൽ എനിക്ക് വരാൻ പറ്റിയതും. ആദ്യമായിട്ട് അഹമ്മദ് കബീറിന്റെ കൂടെ നമ്മുടെ കേരള ക്രൈം ഫയൽ സീസൺ 2 എനിക്കൊരു കഥാപാത്രം അഭിനയിക്കാൻ പറ്റി. കൃഷാന്തിനൊപ്പം 4 സംഘം എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു. അപ്പം എല്ലാറ്റിനും ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും സ്മരിക്കുന്നത് എൻ്റെ അച്ഛനെയും, അതേ സ്ഥാനത്ത് അനിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കാതെ പോയ എൻ്റെ ചേട്ടനെയുമാണ്. പിന്നെ ഈ ഫ്ലോറിനോട് എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയും തൃപ്തിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഫ്ലോറിൽ വരികയാണെങ്കിൽ മനസ്സ് നിറഞ്ഞു പറയുവാണ്, അമൃതയുടെ ഫ്ലോറിലായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ കയറുന്നതിന് മുന്നേയും വരുന്നതിന് മുന്നേയും ഞങ്ങൾ ഓഡിഷൻ വരുമ്പോഴും ഞാൻ ഇവിടെ, എടാ അമൃതയുടെ ഓഡിഷനാണ്, എനിക്ക് പോയാൽ മതി, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അമൃതയുടെ ഫ്ലോറാണ്, ആ ഓഡിഷനാണ്, എനിക്ക് പോകണം എന്ന് ഞാൻ രാജ്മോഹനോട് പറഞ്ഞിട്ടാണ്. ഫോണിൽ ഞാനിത് പറഞ്ഞു, അവിടെ ചെന്നപ്പോഴും പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, പൂർണ്ണ മനസ്സോടുകൂടി അതുകൊണ്ട് ആയിരിക്കണം മേ ബി ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് എൻ്റെ എനർജി ലോസ് ആയി എന്ന് എനിക്ക് തോന്നാത്തത്. മേ ബി ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് ചേട്ടൻ ചെയ്ത ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഫ്ലോയിലാണ് പോയത് അല്ലേ? പിന്നെ എന്ത് തോന്നി ചേച്ചി? ഫസ്റ്റ് ഫ്ലോറിന്റെ അടിസ്ഥാനത്തിൽ ഐ തിങ്ക് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഒരു പേടിയോ അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല കോൺഫിഡന്റ്ലി, നല്ല വോയിസ് എല്ലാം ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എല്ലാം നന്നായിരുന്നു. ഒബ്വിയസ്ലി ഫസ്റ്റ് ഫ്ലോർ ആണ്, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു വേദി കിട്ടുന്നത്, അതിൻ്റെതായ ഒരു കൊച്ചു പോരായ്മ, അതൊക്കെ നമുക്ക് നന്നായി നിങ്ങൾക്ക് നോക്കിക്കോളും അടുത്ത പ്രാവശ്യം ബെറ്റർ. അതെ, ആദ്യത്തെ അറ്റംപ്റ്റിൽ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ, സംഭവം എങ്ങനെയാ പോകേണ്ടതെന്നുള്ളതും കൗണ്ടറുകൾ എങ്ങനെ ഇട്ടാൽ മാത്രമേ ബാറ്ററി ചാർജ് ചെയ്യുള്ളൂ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. തീർച്ചയായും ഇനി അങ്ങോട്ടേക്ക് വെച്ച് കാച്ച അത്രേ ഉള്ളൂ. ഇപ്പൊ ബാറ്ററി ചാർജ് എത്ര കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വാ ഇവിടെ കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി, ദ്രുതതുണ്ടന താളത്തിൽ ഞാൻ 13,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. തുടക്കം പൊളിക്കുക. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വെച്ചടി കയറും. ഓക്കെ, ശ്വേത ചേച്ചി അതൊന്ന് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ പൈസ കിട്ടും. അങ്ങനെയാ? അപ്പം വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി അങ്ങോട്ടേക്ക് ഒരു കുടുംബമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് തീർച്ചയായും കിറ്റുകൾ വരിക, പെർഫോം ചെയ്യാൻ, ഞങ്ങൾ ചിരിക്കാൻ റെഡിയാണ്. താങ്ക് യു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടും എന്നുള്ളത്. ചേട്ടനായിരുന്നു അതെനിക്ക് വാക്ക് വന്നത്. എന്റെ പേരെങ്ങനെയാ? ബിജു ആട്ടക്ക. ഇപ്പഴല്ലേ തെറ്റായത്. അപ്പൊ എന്തായാലും ബിജു ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാൻ റെഡിയാണ്. ചേട്ടൻ മാത്രമല്ല, എല്ലാരും കൂടെ. നമ്മളെല്ലാവരും കൂടെ എല്ലാവരും ആഘോഷം വരുന്നത് ഓളം അല്ലേ? എല്ലാവരും തീർച്ചയായിട്ടും. എന്നാ ചേട്ടൻ സൈഡിൽ നിന്ന് പവർ ആക്കിക്കോ. മൂവന്തി നേരമതല്ലേ പടിഞ്ഞാറു ചെമ്മാനം പൂത്തേ, കാവിലിറങ്ങന്റെ കാളി ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ, മൂവന്തി നേരമതല്ലേ പടിഞ്ഞാറു ചെമ്മാനം പൂത്തേ, കാവിലിറങ്ങന്റെ കാളി ശ്രീ കൊടുങ്ങല്ലൂരിലമ്മേ,
താങ്ക് യു സോ മച്ച്.